ഹായ്. ഈ റാഗി ഭയങ്കര ന്യൂട്രീഷ്യസ് ആണെന്നറിയാം. അത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ റാഗി മുദ്ദ. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ റാഗി പുട്ടും മറ്റ് പലഹാരങ്ങളൊക്കെ കുറച്ചൊരു റഫ് ടെക്സ്ചർ ആണെങ്കിൽ റാഗി മുദ്ദ നല്ല സോഫ്റ്റാണ്. മാത്രമല്ല ഇത് ഏതൊരു സൈഡ് ഡിഷിൻ്റെ കൂടെയും ചേർന്ന് പോകും. ഒരു ഗ്ലാസ് വറുത്ത റാഗി ഫ്ലവറിന് 2.5 ഗ്ലാസ് വെള്ളമാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 2 ടീസ്പൂൺ റാഗി പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സ്ലറി ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്ലറിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും ബാക്കിയിരിക്കണ ആ റാഗിപ്പൊടിയും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കാതെ വിട്ടു കൊടുക്കാം. അതിനുശേഷം പയ്യെ ഇളക്കി തുടങ്ങാം. ഇനി ഇത് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് നല്ല ബലം കൊടുത്ത് ഇളക്കി കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. കൈ വെള്ളത്തിൽ നനച്ച് കുറേശ്ശായിട്ട് മാവെടുക്കാം. അതിനുശേഷം അത്യാവശ്യം ബലം കൊടുത്ത് വലിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ 5 ബോൾസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരെണ്ണം കുറച്ച് വലുതും ബാക്കിയുള്ളത് ചെറുതും. ഇനി ഓരോ റാഗി മുദ്ദയുടെ മീതെ ചെറിയൊരു കുഴി ഉണ്ടാക്കി കുറച്ച് ഗീ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സാമ്പാർ, ചട്നി അല്ലെങ്കിൽ ഏതൊരു നോൺ വെജ് കറീസിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും. ഞാനിതൊരു ഈസി പീസി കുക്കർ മുട്ടക്കറിയുടെ കൂടെയാണ് സെർവ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരാം. കർണാടകയുടെ ഐക്കണിക് ഫുഡാണ് ഈ റാഗി മുദ്ദ. ഞാനിത് ആദ്യമായിട്ട് രുചിച്ചിട്ടുള്ളതും അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും മറ്റേതൊരു ഫുഡിനെയും പോലെ ഇതും നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.